ഞങ്ങളും ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വോട്ടുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങാമല്ലോ. അതിനുള്ള സാധ്യതകളുണ്ടല്ലോ, സാധ്യതകളും ആലോചനകളും ഉണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചിന്തിക്കും. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ജീവിക്കാനുള്ള ഞങ്ങളുടെ ഒരു അവകാശമുണ്ട്. അതൊരു ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങൾ വോട്ട് ചെയ്യുന്നവർ ഞങ്ങളെ വഞ്ചിക്കുകയാണെങ്കിൽ ഞങ്ങൾ തനിയെ നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കും. നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ ഒരുങ്ങുകയാണ് സിറോ മലബാർ സഭ. അത് സംബന്ധിച്ച വാക്കുകളാണ്, താമരശ്ശേരി രൂപതാ ബിഷപ്പിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും മുമ്പും സമാനമായ രീതിയിൽ കേരളത്തിലെ സമുദായ സംഘടനകളൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചിട്ടുണ്ട്. SNDP SRP രൂപീകരിച്ചു, NSS NDP രൂപീകരിച്ചു. പക്ഷേ ഈ പാർട്ടികളൊന്നും അങ്ങനെ ക്ലച്ച് പിടിച്ചില്ല. എന്നാൽ സഭകൾക്ക് നിയന്ത്രണ അധികാരമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള 3 കേരള കോൺഗ്രസുകളെങ്കിലുമുണ്ട്. 2 മുന്നണിയിലുമായി ഇപ്പോഴുമുണ്ട്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ഇതിൽ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് അധികാരത്തിന്റെ ഭാഗമാണ് താനും. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ സഭകൾ പറയുന്നത്, ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ശക്തി തെളിയിക്കാൻ വേണ്ടി ഈ പാർട്ടികളൊന്നും പോരാ, സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം എന്നുള്ളത്. സ്വാഭാവികമായും കേരള കോൺഗ്രസ്, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ്, അതോടൊപ്പം തന്നെ UDF-നൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ്, ഈ 2 പാർട്ടികൾക്കുമാവണോ കൂടുതൽ തിരിച്ചടി നേരിടുക? അതോ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കാണ് വലിയൊരു വിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾ, ആ വോട്ട് ബാങ്കിലാണോ തിരിച്ചടി നേരിടേണ്ടി വരിക? ഒരു കേരള കോൺഗ്രസിന് ജോസ് കെ മാണി കേരള കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായും അത് LDF-നാവും. അത് ജോസഫിന്റെ കേരള കോൺഗ്രസിനാണെങ്കിൽ അത് UDF-നാവും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിലെ സഭാനാഥന്മാരൊക്കെ, സഭയുടെ തലവന്മാരൊക്കെ BJP-യുമായി മുനമ്പം വിഷയത്തിലടക്കം പല സുപ്രധാന വിഷയങ്ങളിലും അനുകൂലമായ പ്രസ്താവനകൾ ഇറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സഭാവിശ്വാസികൾ അങ്ങനെ അത്തരത്തിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ തയ്യാറല്ല എന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഈ സഭയുടെ നാഥന്മാർ പറയുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലൊക്കെ കൂടിയാണോ ഇങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ സ്വാഭാവികമായും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാവും, ഏത് മുന്നണിക്കാവും തിരിച്ചടിയാവുക, നേട്ടമാവുക? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചാനിയൻ പറയുന്നു, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനുള്ള ഒരുക്കത്തിലാണ്, അങ്ങനെ ഞങ്ങൾക്ക് രൂപീകരിക്കാൻ കഴിയുമെന്നൊക്കെ. സഭയ്ക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ സഭയ്ക്ക് സവിശേഷമായ ഒരു അധികാരമൊക്കെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിലവിൽ കേരളത്തിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് സഭ നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ആർക്കാവും തിരിച്ചടിയാവുക? സാറേ, തിരിച്ചടിയുടെ അല്ല വിഷയം. പറഞ്ഞു. കാരണം ആർക്കും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിലുണ്ട്. അതെ. പക്ഷേ ഇവർ കേരളത്തിൽ രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിന് വെളിയിലുള്ള സ്റ്റേറ്റുകളിലാണ് രൂപീകരിക്കേണ്ടത്. കാരണം ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിന് വെളിയിലുള്ളത്. കേരളത്തിൽ ഏത് പാതിരാത്രിക്കും ഒരു പുരോഹിതന് എവിടെ വേണേലും പോകാം, അവൻ ഏത് ആരാധനാലയത്തിലും കയറാം, ആരാധന നടത്താം. പക്ഷെ കേരളത്തിൽ വെളിയിൽ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് നടക്കാൻ പറ്റത്തില്ല, പേടി കൂടാതെ നടക്കാൻ പറ്റത്തില്ല. ഇത് കുറച്ച് വൈദികന്മാർ, വേലിയിരിക്കുന്ന വൈദികന്മാരുടെ കുടുംബം നന്നാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു ക്രിസ്ത്യാനി പോലും ഈ വൈദികന്മാർ പറഞ്ഞാൽ വോട്ട് ചെയ്യത്തില്ലെന്ന്. ഇവർ ഈ കേരളത്തിലെ 2 മുന്നണികൾ, ഇടതു വലത് മുന്നണികളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രിസ്ത്യൻ സമുദായം തന്നെയാണെന്ന് ഒരു സംശയവും ഇല്ലെന്ന്. ഇവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അല്ലാതെ ഒരു ക്രൈസ്തവരുടെ ഒരു ആകവിശ്വാസത്തിന്റെ ഫലമോ ക്രൈസ്തവരുടെ രാഷ്ട്രീയ അധികാരമൊന്നും അല്ല ലക്ഷ്യം. ഈ പിതാക്കന്മാരുടെ ഒക്കെ പ്രത്യേകമായ താല്പര്യമാണ്. എന്താണ് താങ്കൾ പറയുന്നത്? അത് തന്നെ. ഇത് സാറേ, കേരളത്തിന് വെളിയിൽ ഇവര് നടത്തുന്ന ഈ കഴിഞ്ഞ ദിവസം വൈദികരെയൊക്കെ പിടിച്ചടിക്കായിരുന്നു RSS BJP-കാരി. ശരി, നമ്മളൊക്കെ അത് കണ്ടതാണ്, ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. എന്തായാലും നമുക്ക് ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ക്രിസ്ത്യൻ സഭ കൂടി, കത്തോലിക്ക സഭ കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ ഒരുങ്ങുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ അത് ആർക്കാവും ഗുണമാകുക? കിരൺ സാർ, നമസ്കാരം. നമസ്കാരമുണ്ട്. സത്യത്തിൽ ഈ സഭക്കൊരു പാർട്ടി ഉണ്ടാക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. ഇല്ല, ആർക്കും പാർട്ടി ഉണ്ടാക്കാം.
അപ്പൊ പിന്നെ അത് ഉണ്ടാക്കുന്നതിന് മുമ്പേ അവർ പുറം സ്റ്റേറ്റിൽ ഉണ്ടാക്കണോ, അവർ ദേശീയ തലത്തിൽ ഉണ്ടാക്കണോ, ഇതൊന്നും തീരുമാനിക്കാൻ നമുക്ക് അധികാരമൊന്നുമില്ല. അല്ല, ഒരാൾക്ക് അഭിപ്രായം പറഞ്ഞൂടെ? ദേശീയ തലത്തിലൊക്കെ ക്രൈസ്തവർ പുരോഹിതന്മാരൊക്കെ വലിയ ഭീഷണിയൊക്കെ നേരിടുന്ന തരത്തിൽ അവരും ബുദ്ധിയും വിവേകവും ഉള്ളവർ തന്നെയാ. ഈ വൈദികന്മാരെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരും വിവരം ഇല്ലാത്തവരൊന്നുമല്ല. പുറം സ്റ്റേറ്റിൽ അവർക്കെതിരായിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കുന്ന അവർക്കറിയാം. പിന്നെ കേരളത്തിൽ ആർക്കും അല്ല ബാധിക്കുക, ഒരു ജോസഫിനും മാണിക്കും ഒന്നല്ല ബാധിക്കുക, ഇടത് വലത് മുന്നണികൾക്കാ ബാധിക്കുക. ജോസഫിനും മാണിക്കും ബാധിച്ചാൽ ഇടത് വലത് മുന്നണികളെ സ്വാഭാവികമായും ബാധിക്കില്ലേ? മാണിയും ജോസഫും അല്ല എന്ത് സാർ കേരളത്തിലെ ഒരു പ്രാദേശികമായിട്ടുള്ളത്? ക്രിസ്ത്യൻ സഭ ഒരു ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന രണ്ട് പാർട്ടികളല്ല അവർ. രണ്ടുപേരും കേരളത്തിലെ നിർണായകമായ മന്ത്രിസ്ഥാനങ്ങളൊക്കെ മന്ത്രിസഭയിലൊക്കെ ഉള്ള, കേരളത്തിൽ നിർണായക സ്വാധീനമുള്ള ഏത് മുന്നണി അധികാരത്തിൽ വരണമെന്നൊക്കെ തീരുമാനിക്കാൻ തക്ക ശേഷിയൊക്കെ ഉള്ള പാർട്ടികളാണ് ഇതന്നെ. അങ്ങനെ തള്ളിക്കളയാനൊന്നും കഴിയില്ല കേട്ടോ. അല്ല, അങ്ങനെ തന്നെ സാറ് പറയണം. കേവലം 7% വോട്ടുള്ള അവരെയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. 20% വോട്ടുള്ള BJP. അതെവിടെയാണ് 20% വോട്ട് കേരള നിയമസഭയിൽ BJPക്ക്? 15 ഉണ്ടോ? അതൊക്കെ പറയാം. 20% വോട്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ പലതരത്തിൽ സാറിന്റെ ഇരട്ടത്താപ്പ് ഇതാ ഞാൻ പറയുന്നത്. സാറ് ഇപ്പൊ പറഞ്ഞു രണ്ട് പേർക്ക് ഏത് കക്ഷി അധികാരത്തിൽ വരണമെന്ന് ഇവർ രണ്ടാളും വിചാരിച്ചു. ഇവർക്ക് രണ്ടുപേർക്ക് കൂടി 10% വോട്ടുണ്ട് സാർ കേരളത്തിൽ. 10% കൂടുതൽ വോട്ടുള്ളതുകൊണ്ടാണല്ലോ അവർ രാഷ്ട്രീയം അറിയാവുന്ന ഒരാളല്ലേ ശ്രീ ബാലകൃഷ്ണൻ. അവർക്ക് ആ പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടിയെന്നതിനപ്പുറത്തേക്ക് ആ പാർട്ടികളുടെ സ്വാധീനം പ്രധാനമാണ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ. അതുകൊണ്ടാണല്ലോ ആ പാർട്ടികളെ രണ്ട് മുന്നണികളും സ്വീകരിക്കുന്നത്. ഇപ്പോൾ BJP ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞോട്ടെ, കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ഈ കേരള കോൺഗ്രസിനെ ഒപ്പം നിർത്തുന്നതും ഇപ്പോൾ BJP സഭയെ എങ്ങനെയെങ്കിലും പിടിക്കാൻ വേണ്ടി അവരുടെ പിന്നാലെ നടക്കുന്നതുമെല്ലാം കാരണം എന്താണ്? സ്വാഭാവികമായും അവരുടെ വോട്ട് കൂടി നേടിയാൽ മാത്രമേ എവിടെയെങ്കിലും വിജയിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടല്ലേ? അതെന്താ സാർ, എങ്ങനെയെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ മുന്നണി സംവിധാനം മുമ്പേ ഇല്ലേ? അപ്പൊ BJP അതിന് ശ്രമിച്ചാൽ അതെങ്ങനെയാ എങ്ങനെയെങ്കിലും ആവുന്നത് സാർ? അല്ല, BJP എങ്ങനെയെങ്കിലും എന്നുള്ള അല്ലാതെ ഇപ്പൊ കേരളത്തിലെ ഈ രണ്ട് പാർട്ടികൾ നിൽക്കുന്നത്, അവരുടെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസുകളൊക്കെ നിൽക്കുന്നത് ഒന്നിൽ LDF-ലോ UDF-ലോ. അതൊക്കെ സഭാ അധ്യക്ഷന്മാരെ ആഹ്വാനം ചെയ്താൽ മറുഭാഗത്തുണ്ടാകുന്ന ന്യൂനപക്ഷത്തിന്റെ ആഹ്വാനം പോലെ വോട്ട് മറിയൂ എന്നുള്ളത് ഇടതിനും വലതിനും ചൊറിയും. അത് യാതൊരു സംശയവും വേണ്ട. ഇവർ പണി കിട്ടുന്നത് ഇടതിനും വലതിനും ആയിരിക്കും. അത് നമുക്ക് ഇലക്ഷൻ വരുമ്പോൾ കാണാം. ശരി, ഓക്കെ. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിലകനാണ് തൃപ്പൂണിത്തറയിൽ. ശ്രീ തിലകൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സഭ ഇനി ഒരു പാർട്ടി കൂടി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു സഭയുടെ നാഥന്മാരൊക്കെ. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. സാറേ, ഈ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ ക്രൈസ്തവ പീഡന പ്രതിരോധ നിരയായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ സാറും മറ്റു വേറെ പ്രേക്ഷകനും പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വടക്കേന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നുള്ള യാഥാർത്ഥ്യ. ഇവിടെ ക്രൈസ്തവന്റെ ഒരു വിഭാഗം മാത്രം ചിന്തിച്ച പോരെ സാറേ. ഇവിടെ ഞാൻ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന പെന്തക്കോസ്റ്റ് വിഭാഗമുണ്ട്. ഇവരും ക്രൈസ്തവർ തന്നെ. ഇവരെയും കേരളത്തിലുള്ള പീഡനം ഭയങ്കരമാണ്. ഇപ്പൊ മാണി ഗ്രൂപ്പ് ക്രൈസ്തവന്റെ കൂടെ നിൽക്കുന്നു പറഞ്ഞാൽ ഇരട്ടത്താപ്പാണ്. അവരുണ്ടാക്കട്ടെ സാറേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്ക് പണി കിട്ടുമെന്നുള്ളതല്ല, മറിച്ച് അവർക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കണമെന്ന് അത്യാവശ്യമാണ്. മറ്റൊന്നും ഞാൻ ചോദിക്കട്ടെ, SUCI എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബംഗാളിലൊക്കെ അറിയാലോ. അവരിവിടെ പേടിക്കണില്ലേ? അവർ വളരെ ന്യൂനപക്ഷമല്ലേ? ഇന്നിപ്പോ ഒരു സമരം ചെയ്തപ്പോ അവരെ പേടിച്ചില്ലേ? ഈ ക്രൈസ്തവരെ ഒരു പാർട്ടിയായിട്ട് രംഗത്തേക്ക് വരട്ടെ സാറേ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ബാലൻ വി പറയുന്നു, ഇഫ് സോ ഇറ്റ് ഈസ് ഗുഡ് ഫോർ BJPക്കാണ് ഇത് ഗുണപ്പെടുക എന്നാണ് ബാലന്റെ അഭിപ്രായം. ജയകുമാർ പറയുന്നു, ഏത് മതപ്പാർട്ടി പറഞ്ഞാലും ആരും വോട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നു. നിസാർ പറയുന്നു, ഒരു പണിയുമില്ല, RSSന്റെ കാശും വാങ്ങി ഇന്ത്യ ഒറ്റുകൊടുക്കുന്ന നസ്രാണികളെ RSSകാർ തന്നെ ശരിയാക്കുമെന്ന് പറയുന്നു. നിസാർ, ഇങ്ങനെയൊക്കെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ അഭിപ്രായമൊക്കെ പറയുമ്പോൾ അത് കുറെ കൂടി മാന്യമായ രീതിയിൽ അഭിപ്രായമൊക്കെ പറയാൻ ശ്രീ നാസർ ശ്രദ്ധിക്കുക. നാസറിന്റെ ഇത്തരം അഭിപ്രായങ്ങൾ ഒരു മാന്യമായ ഒരു അഭിപ്രായമല്ല, അന്തസ്സിന് യോജിക്കുന്ന ഒരു അഭിപ്രായമല്ല നാസർ പറഞ്ഞത്. നാസറിന് വിമർശനമൊക്കെ ആവാം, പക്ഷേ ഇത്തരത്തിലല്ല വിമർശിക്കേണ്ടത്. പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് UDF-മായി ധാരണയാകാം, അല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യുകയില്ല. അങ്ങനെ ആകുമ്പോൾ കോൺഗ്രസിന് വോട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള അടവാണ് എന്ന് സുധീർ പറയുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെയൊക്കെ റെമിജിയോസ് പിതാവൊക്കെ പറയുന്നത് അങ്ങനെയല്ല. അവർ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും ഒരുപോലെ വിമർശിക്കുന്ന നിലപാടൊക്കെയാണ് സ്വീകരിക്കുന്നത്. പാർട്ടി ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമല്ല, ഇത് ഇടത് മുന്നണിക്ക് കുഴപ്പമാകും, പുതിയ പാർട്ടി രൂപീകരിച്ചാൽ വോട്ട് കിട്ടുമോ എന്നറിയില്ല എന്ന് സുനിമോൾ പറയുന്നു. അഖിൽ 2022 അനൂട്ടൻ എന്ന് പറയുന്നു. അത് മോശപ്പെട്ട ഒരു കമന്റാണ്. അഖിൽ, അങ്ങനെ താങ്കളൊക്കെ കുറെ കൂടി മാന്യത പ്രകടിപ്പിക്കണമെന്നാണ് താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ള. ആരായാലും കേൾക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇടതിനും വലതിനും നഷ്ടമോ, ക്രിസ്ത്യൻ വിഭാഗത്തിൽ 5% പോലും LDF-ന് വോട്ട് ചെയ്യാറില്ല എന്ന് സുധീർ പറയുന്നു. ജോസഫ് KM പറയുന്നു, സഭയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിനായി ക്രിസ്ത്യാനികളുടെ പാർട്ടി വരണമെന്നാണ് ജോസഫ് KM-ന്റെ അഭിപ്രായം. ജോസഫ് KM സാധാരണ ഇതിൽ മറ്റു തരത്തിലൊക്കെ അഭിപ്രായം പറയുന്ന ഒരാൾ കൂടിയാണ്. ഷിജു കിരിയത്ത് ജലരേഖ പോലെയാകും പാർട്ടി എന്ന് പറയുന്നു. മുൻപ് ഇത്തരം സമാനമായ രീതിയിലൊക്കെ കേരളത്തിലെ സമുദായ സംഘടനകൾ പാർട്ടി ഉണ്ടാക്കിയ അനുഭവം വെച്ച് കൂടിയാവും അദ്ദേഹം അങ്ങനെ പറയുക. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, കേരളത്തിൽ പണ്ട് SNDP-യും NSS-ഉം ഒക്കെ സമാനമായ രീതിയിൽ പാർട്ടി ഉണ്ടാക്കുകയും ആദ്യകാലത്തിലൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുകയും പിന്നീട് അതേ വേഗത്തിൽ തന്നെ പട്ടുപോവുകയും ഒക്കെ ചെയ്തതാണ്. ഇനി വീണ്ടും ഇപ്പോൾ കത്തോലിക്ക സഭ കൂടി അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറയും. എന്തായിരിക്കും ഇവരുടെ ലക്ഷ്യം? നമസ്കാരം കിരൺ. നമസ്കാരം. SNDP NSS ഒക്കെ പരാജയപ്പെട്ടതല്ലേ, ഇപ്പൊ ഇനി ഇവരൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. പക്ഷെ അത് നഷ്ടം ഉണ്ടാവുന്നത് BJP-ക്ക്. കാരണം അവരല്ലേ ഈ അടുത്ത സമയത്ത് കേക്കും ഒക്കെ ആയിട്ട് ഇവരെ പുറവിന് നടന്നത്. അപ്പൊ അതുകൊണ്ട് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് LDF-നോ UDF-നോ അല്ല, BJP-ക്കാണ്. അതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീമതി ജയയുടെ അഭിപ്രായം വ്യത്യസ്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്കെന്ന് തോന്നുന്നു ഈ മതം പരമാവധി രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും എല്ലാ കാലത്തും ശരിയായ രീതി. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്നാണ് പറയുന്നത് തന്നെ. പക്ഷേ ഇവിടെ വീണ്ടും കത്തോലിക്ക സഭ ഒരു പാർട്ടി രൂപീകരിക്കാൻ ആലോചിക്കുന്നു എന്നാണ് ഇഞ്ചിനൻ പറയുന്നത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? കിരൺ പറഞ്ഞാണ് ശരി, അത് ശരിയാണ്. പിന്നെ ഇത് വിരട്ടൽ കം സമ്മർദ്ദതന്ത്രമാണ്, അല്ലാണ്ട് വേറെ. അത് കൊള്ളാം, വിരട്ടൽ കം സമ്മർദ്ദതന്ത്രം. അത് ഒരു നല്ല പ്രയോഗം തന്നെയാണ് ശ്രീ മോഹൻദാസ്, അത് കൊള്ളാം. അതാണ് അതിന് ചുരുക്കം. ഞാൻ ചുരുക്കി പറഞ്ഞത്. പിന്നെ ഞാനൊരു NSS മെമ്പറാണ്. ഇത് സുകുമാരൻ നായർ ചേട്ടൻ അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും ഞാനൊന്നും അവർക്ക് പറയുന്നവർക്ക് വോട്ട് ചെയ്യാനൊന്നും പോയില്ല. കേരളത്തിലെ ഏത് സമുദായ നേതാവ് പറഞ്ഞാലും ആ സമുദായത്തിലെ മഹാഭൂരിപക്ഷം പേരും അങ്ങനെ അവർക്ക് വോട്ട് ചെയ്യും എന്നൊന്നും തോന്നുന്നില്ല. കേരളത്തിൽ അങ്ങനെ ഒന്നും സ്വാധീനമുള്ള ഒരു സമുദായ നേതാവിനെ നമുക്കറിയില്ല. അതെ, അത് വെച്ചിട്ടാണ് ഇവർ ഈ കളിക്കുന്നത്. ഇപ്പൊ ഈ ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ സമയത്ത് അറിയാം, വർഷങ്ങളോളം പാർട്ടിയും കൊണ്ട് നടന്നു. ഞാൻ മുമ്പൊരു കോൺഗ്രസ് പാർട്ടിയിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് കുറച്ച് അനുഭവം, ഞാൻ ജോലി കിട്ടിയപ്പോൾ അത് വേണ്ടത് വെച്ചു. അപ്പോ ഈ എന്താ പറയാ, പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അങ്ങോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഗംഭീരാവെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവര്. അത് വരട്ടിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആപ്പ് കണ്ടില്ലേ ഈ കേജ്രിവാളിന്റെ, എവിടെയായി? ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വിരട്ടൽ കം സമ്മർദ്ദ തന്ത്രം എന്നാണ് മോഹൻദാസ് അതിന് നൽകിയ ചുരുക്കത്തിൽ നൽകിയ ഒരു വിശേഷണം. എന്തായാലും കൊള്ളാം. ശ്രീരാജനാണ്. ശ്രീരാജൻ, കുറച്ച് ദിവസമായാലും കണ്ടിട്ട്? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കുറച്ച് കറങ്ങി യാത്രയിലായിരുന്നു. സ്ഥിരമായ യാത്രയിലാണല്ലോ? വല്ലപ്പോഴും ഒക്കെ. ഇപ്പം പണിയൊന്നുമില്ല സാറേ, പെൻഷൻ വാങ്ങിക്കാൻ ഇങ്ങനെ കറങ്ങുക, നാട് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ്. അങ്ങനെ നാടൊക്കെ കണ്ട് ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പെൻഷൻ പറ്റി വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. അതെ അതെ അതെ. ശരി, എന്ത് തോന്നുന്നു ഈ സഭ പാർട്ടി രൂപീകരിച്ചാൽ എന്താ അവസ്ഥ? ഇപ്പൊ മുസ്ലിം ലീഗിന് പാർട്ടി രൂപീകരിക്കാൻ 5 മന്ത്രിമാരെ അവർക്ക് വഴക്കുണ്ടാക്കി വാങ്ങിക്കാൻ കോൺഗ്രസിന്റെ കൂടെ ഒട്ടി നിന്ന് എല്ലാ സൗകര്യങ്ങളും അവർ നേടുന്നുണ്ട്. അതുപോലെ SNDP അവർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം, NSS അവർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇവരൊക്കെ ഉണ്ടാക്കിയവരൊന്നും രക്ഷപ്പെട്ടില്ല, എല്ലാ പാർട്ടിയും പൊളിഞ്ഞു പോയി. ആര് പറഞ്ഞു രക്ഷപ്പെട്ടില്ല? NSS-ന് കോളേജ് എത്ര അനുവദിച്ചു? അല്ലല്ലേ, NSS ഒരു പാർട്ടി ഉണ്ടാക്കിയായിരുന്നില്ല. NDP എന്ന് പറഞ്ഞ് SNDP SRP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയത്. താങ്കൾക്ക് അറിയാവുന്നതായിരിക്കും ഈ രണ്ട് പാർട്ടികളെ. അവര് പാർട്ടി ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ അതിപ്പോഴും ക്രൈസ്തവ സഭ സമ്മർദ്ദ തന്ത്രം എല്ലാ ജാതി സംഘടനകളെ പോലെ ക്രൈസ്തവ സഭയെ സമ്മർദ്ദ തന്ത്രമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുന്നു പറയുമ്പോൾ എങ്ങനെയാണ്? അത് ഓർമ്മയില്ല. ഇനി ക്രൈസ്തവർ പാർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതും ഒരു സമ്മർദ്ദതന്ത്രമാണ്. ഇത്രയും നാൾ കോൺഗ്രസിന് വേണ്ടിയാ പണി ചെയ്ത്. കോൺഗ്രസ് വഖഫ് ബില്ലിൽ കാണിച്ച തോന്നിയാത്തിന് ശരിക്കുള്ള മറുപടിയാ ക്രിസ്ത്യാനികൾ കൊടുക്കാൻ പോകുന്നത്. ഇവരെല്ലാരും പറഞ്ഞു എന്തുവാ കോൺഗ്രസ് BJP-ക്കാണ് നഷ്ടമെന്ന്. BJP-ക്കല്ല, BJP-യിലോട്ട് ചേരുക ആൾക്കാര് മുഴുവൻ കേരളത്തിലെ ക്രിസ്ത്യാനികളും BJP-ക്ക് സപ്പോർട്ടായി വരും. അങ്ങനെയൊക്കെ പറയാതെ ശ്രീരാജൻ, അങ്ങനെ മുഴുവൻ ആളുകളും ഏതെങ്കിലും ഒരു സമുദായം ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ 101%. അത്രയും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ BJP-ക്ക് ഇത്രയും സീറ്റുകളൊന്നും അല്ല ലഭിക്കേണ്ടിയിരുന്നത്. എന്തായാലും ശരി, ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം മറക്ക സാറേ, ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾ നോക്കിക്കോളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സഭ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ എന്താ അവസ്ഥ? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. അപ്പൊ അവരെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാറുണ്ട്, അതൊരു നല്ല കാര്യമാണ്. കാരണം അവര് KCDC പോലൊക്കത്തത് പലതും പല ആൾക്കാരും പല പാർട്ടിക്കാരാണ്. ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ നിലമ്പൂര് ഒരു സ്ഥാനാർത്ഥി നടത്തണം. നിലമ്പൂര് ഇപ്പൊ ഇനി അടുത്ത് വരാൻ പോണതില് എന്നിട്ട് അവരെ ശക്തി ഒന്ന് തെളിയിക്കണം. എന്നിട്ട് ജനങ്ങളോട് പറയണം ഞങ്ങൾ ഇത്ര വോട്ട് അവിടെ നിന്ന് വാങ്ങി എന്നുള്ളത്.
ഇവരെ അനങ്ങിയ പാർട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ ഇത് ആർക്ക് വേണ്ടിയത് ഇവര് പറയണേ? നിങ്ങൾ പറഞ്ഞാൽ ഇതിനെന്ത് ആർക്കും വേണ്ടിയാ പറയണേ? അതൊന്നും നടക്കുന്ന ശരി, കാര്യമല്ല. ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. യൂട്യൂബിൽ ശ്രീകുമാർ പറയുന്നു, വരട്ടെ നമുക്ക് നോക്കാം എല്ലാ പാർട്ടികളും എന്ന് പറയുന്നു. ശ്രീയെ പറയുന്നു, വൈ ഡിഡ് കേരള മീഡിയ ഡിഡ് നോട്ട് ക്യാരി ബജ്രംഗ് സേന ഓഫ് കോൺഗ്രസ് ഇൻവോൾവ് ഇൻ ജബൽപൂർ? ബജ്രംഗ് സേന ഓഫ് കോൺഗ്രസോ? അതെന്താണ് ശ്രീ അങ്ങനെ ഒരു വാർത്ത? അങ്ങനെ ഒരു ഇത് അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ ആ വാർത്ത സംബന്ധിച്ച് വിശദമായ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അതിനകത്ത് താങ്കൾ ഇങ്ങനെ ഒരു തെറ്റായ വിവരം എന്തിനാണ് അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്? പുതിയ പാർട്ടി തുടങ്ങിയിട്ട് എന്നിട്ട് NDA കക്ഷി ആയിക്കോളൂ എന്ന് പറയുന്നു. നീലകണ്ഠൻ P ആണ് പറയുന്നത്. ദയവ് ചെയ്ത് പരമാവധി ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതിയാൽ കൊള്ളാം. എന്തായാലും വേണ്ടില്ല, നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിന്നാൽ മതിയെന്ന് മുന്നി പറയുന്നു. മുസ്ലിം പണ്ഡിതന്മാർ വോട്ട് ബാങ്ക് വെച്ച് വിലപേശുമ്പോൾ താങ്കൾക്കും ഒരു കൈ നോക്കാമെന്ന് ക്രിസ്ത്യൻ പാതിരിമാരും വിചാരിച്ചു കാണുമെന്ന് സുധീർ പറയുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോട്ടീസ് അയച്ച അന്വേഷണം തുടങ്ങിയെന്ന്, അത് മറ്റ് വിഷയത്തെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് തോന്നുന്നു. പാർട്ടി നടക്കട്ടെ, ഞങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്നു. രാമേന്ദ്ര പ്രഭു ആണ് ചോദിക്കുന്നത്. എല്ലാത്തിനും പിന്നിൽ EDPD എന്ന് സുധീർ പറയുന്നു. ജയകുമാർ, ഞാനും സുകുമാരൻ നായർ പറഞ്ഞാൽ വോട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നു. ഗോകുലം ഗോപാലിന്റെ ചട്ടലംഘനം കാശുണ്ടാക്കാൻ ചർച്ച വേണ്ടതെന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. സുനിൽകുമാർ, ഗോകുലം ഗോപാലിനെ എതിരെ നടന്ന ED റെയ്ഡ് അത് ശരിയായ റെയ്ഡാണോ അതോ എമ്പുരാന്റെ എഫക്റ്റ് ആണോ എന്നുള്ള വിഷയമായിരുന്നു ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തത്. കേരളം ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്, ആ വിഷയം തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അത് ഇന്നലെ ചർച്ച ചെയ്തിരുന്നു, അതുകൊണ്ടാണ് അത് ഇന്ന് എടുക്കാതിരുന്നത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇനിയും ഒരുമിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ ജിഹാദി കാടൻ നിയമത്തിന്റെ കീഴിൽ ദുരന്തം അനുഭവിക്കുമെന്ന് മോഹൻദാസ് പറയുന്നു. അതെന്താണ് അങ്ങനെ? ഹിന്ദുവും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാവർക്കും ഒരുമിച്ച് ജീവിച്ചുകൂടെ? അങ്ങനെയല്ലേ ഈ നാട് ഇത്രയും കാലവും ജീവിക്കുന്നത്? സഹോദരങ്ങളെപ്പോലെ ജീവിച്ചല്ലേ ഈ നാട്ടിൽ എത്രയോ തലമുറകളായി നമ്മൾ നിൽക്കുന്നത്? അവിടെ രണ്ട് മതങ്ങൾ മാത്രം യോജിക്കണം, മറ്റൊരു മതം യോജിക്കണ്ട എന്ന് പറയുന്നത് ദുഷ്ടബുദ്ധിയാണ് ശ്രീ മോഹൻദാസ്. അത് താങ്കൾ അത്തരം സങ്കുചിതമായ ചിന്താഗതികളൊക്കെ താങ്കൾ മാറ്റി വിശാലമായി മനുഷ്യരെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കൂ ശ്രീ മോഹൻദാസ്. ഒരേ വാചകം തന്നെയാണ് ആവർത്തിച്ച് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും വീണ്ടും അതങ്ങ് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിലൊരു വിശ്വാസം പോരാ, അതുകൊണ്ട് ഒരേ കമൻറ്റ് ഒരു 5-7 തവണ എഴുതിയേക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകണം. അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, കേരളത്തിലെ സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും അതിൻ്റെയൊക്കെ വളർച്ചയും അത് പട്ടുപോകുന്നതും ഒക്കെ കേരളം കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ കത്തോലിക്ക സഭയും പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് നീങ്ങുന്നു. അതൊരു സമ്മർദ്ദാന്തരമാകാം, ചിലപ്പോൾ ഒരു വിരട്ടലുമൊക്കെ ആവാം. നേരത്തെ നമ്മുടെ ഒരു പ്രേക്ഷകൻ തന്നെ പറഞ്ഞതുപോലെ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശ്രീ കിരൺ, ഒരു മാസത്തിന് മുമ്പ് 1.5 മാസമായി കത്തോലിക് നസ്രാണി മുന്നേറ്റം എന്ന് പറഞ്ഞ ഒരു സമ്മേളനം അവർ നടത്തിയിരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചങ്ങനാശ്ശേരിയിൽ ആ സമ്മേളനം നടത്തുകയാണ്. അതുപോലെ പലയിടത്തും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നി. ഏതായാലും ചങ്ങനാശ്ശേരിയിൽ ആ സമ്മേളനം നടത്തിയതാണ്. അപ്പൊ ആലപ്പുഴ റോഡിൽ, ആലപ്പുഴ ഭാഗത്തു നിന്നും കുട്ടനാട് ഭാഗത്തു നിന്നും ജാഥയായിട്ട് വരുന്നവർ എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടാണ് പോകുന്നത്. ഞാൻ ആ റോഡ് സൈഡിലാണ് എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിൽ. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ തന്നെ അതിശയിച്ചു പോയി ചങ്ങനാശ്ശേരിയുടെ ഈ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ, കുട്ടനാടൻ ഭാഗങ്ങളിൽ ഇത്രയും കത്തോലിക്കരുണ്ടോ എന്ന്. 10,000-കണക്കിന് ആൾക്കാരാണ് ജാഥയായിട്ട് പോയത്. അതുപോലെ തന്നെ പിന്നെ മെയിൻ റോഡ് വഴി വന്നു SB കോളേജിന്റെ ഗ്രൗണ്ടിൽ 10,000 പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു. എനിക്കത് അപ്പോഴേ, ഇതിന്റെ ചില സംഘാടകരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്, എനിക്കത് അപ്പോഴേ തോന്നി നാളെ ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് ഇത് പോകുമെന്ന്. ഇവിടെ പങ്കെടുത്ത ഭൂരിപക്ഷവും ഒരുപോലെ ആവശ്യപ്പെട്ടതും മുദ്രാവാക്യം വിളിയിലും എല്ലാം പറഞ്ഞത് അവർക്ക് രാഷ്ട്രീയ പാർട്ടി വേണമെന്നാണ്. അത് എന്തിനു വേണം, അതിന്റെ നാളെ ഫലം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തിനു വേണമെന്നുള്ളത് അവരുടെ നിലപാടാണ്. നമ്മളൊന്നും അതിന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ സ്വാഭാവികമായും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 18-19% വരുന്ന ക്രിസ്ത്യൻ പോപ്പുലേഷനിലെ മെജോറിറ്റി കത്തോലിക്കരാണ്. 13-14% കത്തോലിക്കരാണ്. അതായത് ഈ 18% വരുന്ന ക്രിസ്ത്യൻ. അപ്പൊ അവർ സൈസബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ചങ്കാണ് അവര്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ കാര്യങ്ങൾ പൊതുവേദിയിൽ കൊണ്ടുവരുവാനും രാഷ്ട്രീയപരമായ തീരുമാനങ്ങളിലേക്ക് പോകുവാനും അവർക്ക് അവരുടെ ഒരു പാർട്ടി വേണം എന്ന് അവർ തീരുമാനിച്ചാൽ അതങ്ങനെ തന്നെ പോകട്ടെ. അതിനെ കേരളത്തിൽ ശ്രീ അജയകുമാർ, സതുദ്ദേശവും ദുരുദ്ദേശവും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ ഈ സമുദായ സംഘടനകൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ സമുദായങ്ങളോ മതമോ ഇടപെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായി ശരി എന്നുള്ളതാണ് നിലപാട്. അങ്ങനെ ഇടപെട്ട് കേരളത്തിൽ പ്രധാനപ്പെട്ട സംഘടനകൾ, ഇപ്പോൾ NSS, SNDP ഒക്കെ കേരളത്തിൽ വലിയ സ്വാധീനമുള്ള സംഘടനകളാണ്. പക്ഷേ ഈ സംഘടനകളൊക്കെ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വന്ന മുച്ചിനൊന്ന് വളർന്നു, അതിനപ്പുറത്തേക്ക് പിന്നെ പട്ടുപോവുകയായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അല്ല, NSS-ഉം SNDP ഒക്കെ തുടങ്ങിയതും പിന്നീട് അത് നിന്ന് പോയതിനും ഒക്കെ വല്ലാത്ത കാരണങ്ങൾ ഒരുപാടുണ്ട്. അത് പിന്നീട് ഒരു ചർച്ചയായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും. നമ്മുടെ കേരളം എന്ത് വ്യത്യാസമാണ് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുക?
ഇവർക്ക് നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം. നമ്മളൊരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് നോക്കി നമ്മൾ ഇവിടുന്ന് ബി.ജെ.പിയും കോൺഗ്രസിനെയും ജനതാദളിനെയും ഒന്നും അല്ല കാണേണ്ടത്. അവിടെ സർവ്വജാതിക്കും ഉണ്ട് പാർട്ടി. ഒരു MLA ഒരു MP ഒക്കെ ആയിട്ട് നമ്മുടെ പാർലമെന്റിലും നിയമസഭകളിലും ഉണ്ട്. അപ്പൊ ജാതി രാഷ്ട്രീയം അങ്ങേയറ്റമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന ഒരു നമ്മൾ കേരളത്തിൽ അതങ്ങനെ ക്ലച്ച് പിടിക്കാറില്ലല്ലോ. കേരള ജനത അങ്ങനെ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ മലയാളി അങ്ങനെ അതിന്റെ പേരിലൊന്നും വോട്ട് ചെയ്യാത്തൊന്നുമില്ലല്ലോ. അതല്ലേ നമ്മുടെ ചരിത്രം. കിരൺ, ഒരു 3-ാം സ്ഥാനത്തേക്ക് 15% അല്ലെ അതിൽ കൂടുതലോ വോട്ട് ബാങ്കുമായിട്ട് മറ്റൊരു മുന്നണി കയറി വരുമ്പോൾ അതിന്റെ കൂടെ ഒരു 10% കയറി കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം ഏത് വഴിയിരിക്കും? നമുക്ക് സാങ്കല്പികമായിട്ടോ ചിന്തിച്ചു നോക്കി. ആരും ആയിക്കോട്ടെ, അങ്ങനെ ഒരു താങ്കളുടെ കണക്ക് എപ്പോഴും രാഷ്ട്രീയത്തിൽ 1, 1, 2 അല്ല എന്ന് താങ്കൾ എപ്പോഴും ആലോചിക്കണം. അല്ല കിരൺ, കാശ്മീർ PDP BJP കൂടെ മന്ത്രിസഭ ഉണ്ടാക്കിയത് അതൊക്കെയാണ്. അങ്ങനെ BJP PDP 1, 1, 2 തെളിയിച്ച ചില സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കേരളമാണ് എന്നുള്ള ഒരു ചെറിയ ഓർമ്മ കൂടി നമുക്ക് നല്ലതാണ് എപ്പോഴും. അല്ലല്ല, അതെപ്പോഴും നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് തന്നെ നിശ്ചയമില്ല കേരളത്തിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ അജയ്കുമാർ, നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശിവദാസനാണ് ബാലരാമപുരത്തൊന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ള ഇനി വേറെ ഒന്നുമല്ല. ഒരു രാഷ്ട്രീയ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP യും കേരളത്തിൽ ഉള്ളക്കാലം വരെയും ഒരു ജാതി ക്രിസ്ത്യനോ അല്ലെങ്കിൽ ഹിന്ദുവോ മുസൽമാനോ, മുസ്ലിം ലീഗ് വന്ന രീതി UDF ഉള്ളതാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും കടകച്ചൂടി നിന്നാൽ മാത്രമേ ഈ നമ്മളെ ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഒരു പാർട്ടി വിവരിച്ചാൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. വേറെ കാര്യം എന്ന് പറഞ്ഞാല് ഇന്നെങ്കിലും മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യൻ വിവാഹം അവർ പാർട്ടി വിവരിച്ചാൽ ഈ വോട്ട് 2 സൈഡായിട്ട് CPM LDF UDF പോകുമ്പോൾ ഇവിടെ അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി BJPയുടെ തന്ത്രവും ഇവരുടെ തന്ത്രവും കൂടി എടുത്ത് നമ്മളെ കുറെ ക്രിസ്ത്യൻ സമുദായത്തെ ആൾക്കാർ ഇപ്പൊ MLA MP ഉണ്ട്, ഇപ്പൊ നേതാക്കൾ, ഇതൊക്കെ തന്ത്രങ്ങളാണ്. അപ്പൊ ഈ വോട്ട് 2ആയിട്ട് പോകുമ്പോൾ ഈ ഒരു 10% വോട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് പരിപൂർണമായി 10-20 സീറ്റ് കിട്ടാൻ ചാൻസ് ഇവിടെ കൊടുക്കുന്ന ഒരു കളിയാണെന്നാണ് എനിക്ക് വിശ്വാസമായി. താങ്കൾ, നമുക്ക് യൂട്യൂബിലെ ചില അഭിപ്രായങ്ങൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷൈജു പുതിയ പുരയിൽ, കത്തോലിക്ക സഭയ്ക്കും രാഷ്ട്രീയ പാർട്ടി അത് നല്ലതല്ലേ? SNDP NSS പോലെയല്ല, സംഘടിത ശക്തിയാണ് കത്തോലിക്ക സഭ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്ന് പറയുന്നു. എല്ലാവരും സംഘടിത രീതിയാണ് എന്നൊക്കെ കരുതിയാണ് എല്ലാവരുടെയും ഉള്ളിൽ വിചാരിക്കുന്ന അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവരൊക്കെ തുടങ്ങി കഴിയുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് കണ്ടു തന്നെ കാണേണ്ടതാണ്. കേരളത്തിന്റെ ചരിത്രം, രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം സമുദായ സംഘടനകൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ചരിത്രം അങ്ങനെ തന്നെയാണ് കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു രക്ഷപ്പെട്ട് സ്വാധീന ശക്തിയെ പക്ഷേ സഭകൾക്കും അല്ലെങ്കിൽ സമുദായ സംഘടനകൾക്കും പല പാർട്ടികളെ നിയന്ത്രിക്കാനൊക്കെയുള്ള അധികാരമുണ്ട്. പക്ഷേ അവർ സ്വന്തമായി പാർട്ടിയായി ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേർ കൂടെ കാണും എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്ക് ദേവി ദയാലാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ദേവി ദയാൽ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ഇത് നമ്മുടെ കേരളത്തിൽ സഭ്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഏതൊരു സഭയ്ക്കും അനുവാദമുണ്ട്. അപ്പം ക്രിസ്ത്യൻ സഭയും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ മറ്റ് സമുദായങ്ങളൊക്കെ അങ്ങനെ രാഷ്ട്രീയ പാർട്ടി നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ സാർ. അപ്പോഴേ ഇവർക്ക് പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടമില്ലാതെ എന്തായാലും പ്രവർത്തിക്കാനുള്ള ഒരു സ്വാധീനം കേരളത്തിലപ്പം. അപ്പം നഷ്ടം ആർക്കാണെന്നാണ് ഇപ്പൊ ചോദിച്ചേക്കുന്ന ചോദ്യം. നഷ്ടം സഭയ്ക്ക് തന്നെയാണ്. അതായത് സഭയിൽ പല രാഷ്ട്രീയക്കാരുണ്ട്. ഇവര് കേൾക്കുന്ന ഇവരുടെ സ്വന്തമായ തീരുമാനങ്ങൾ പോലും ഒരു പാതിരി പറഞ്ഞാൽ അനുസരിക്കാത്ത അംഗങ്ങൾ അതിനകത്തുണ്ട്. ആ അംഗങ്ങൾ ഇവര് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ഇവർ എത്ര പേര് അവരുടെ അവിടെ കാണും എന്നുള്ളത് വിലയിരുത്തട്ടെ. അവർ രാഷ്ട്രീയ അത് തന്നെയാണ് പ്രധാനപ്പെട്ട. എത്ര പേർ കൂടെ കാണും ഈ സഭയെ? ഈ പലപ്പോഴും സമുദായ സംഘടനകളിലൊക്കെ നേതാക്കൾ തോന്നുന്നത് അവരുടെ സമ്മേളനത്തിൽ വരുന്ന ആളുകളൊക്കെ അവർ പറഞ്ഞാൽ വോട്ട് ചെയ്യും എന്നൊക്കെയാണ്. ചെയ്യില്ല. ഇവരുടെ ചിലവർ സംസാരത്തിൽ ഇപ്പൊ വന്നത് BJP ഇളക്കി വിട്ടു, അങ്ങനെ ഒരു ധാരണ. BJP അത് തെറ്റായ ഒരു ധാരണയാണ്. BJPക്ക് ഇപ്പം, അതായത് തൃശ്ശൂരെ സുരേഷ് ഗോപി വിജയിച്ച കാര്യത്തിൽ കൊണ്ടായിരിക്കും BJPക്ക് ക്രിസ്ത്യൻ വോട്ട് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞത്. അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടെ കൊടുത്തത്, BJPയുടെ ക്രിസ്ത്യൻ വോട്ട് സുരേഷ് ഗോപിക്ക് കൊടുത്തത് ആ വ്യക്തി അവിടെ, ഇപ്പൊ സാറിന് തന്നെ അറിയാം, ആ വ്യക്തി അവിടെ ജാതിക്ക് അതീതമായി ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതുണ്ടെന്ന്. അത് ആര് കാഴ്ചവെച്ചാലും ചെയ്യും. ആദ്യം സഭാ മേലാളന്മാർ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ഒരു കമന്റ് കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ ജലീഷ് ജോൺ ആണ്, കേരളത്തിൽ BJPക്ക് അവസരം കൊടുക്കുന്ന അച്ഛന്മാർ ഉത്തരേന്ത്യയിൽ അടികൊള്ളാൻ അച്ഛന്മാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരുണ്ട്. ശ്രീ വിൽസൺ ആണ്. ശ്രീ വിൽസൺ,
താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, ഇത് ഞാനിപ്പോ ഈ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ ക്രൈസ്തവ സഭ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ പള്ളിയുമായിട്ടൊക്കെ സഹകരിച്ച് നിൽക്കുന്ന ഒരാൾ കൂടെയാണ്, ഒരു പൊളിറ്റീഷ്യനും ഉണ്ട്. ഞാൻ കാരണം കാലാകാലങ്ങളായി ഈ LDF-നും UDF-നും നമ്മള് ക്രിസ്ത്യൻ വോട്ടുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു പരിധിവരെ ശരിയുമായിരിക്കാവട്ടെ. പക്ഷെ ഇവിടെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. ഇതിന്റെ ഏറ്റവും മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഈ മുനമ്പം വിഷയമാണ്. ഈ മുനമ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ തീരാവുന്ന ഒരു കാര്യമേ ഉള്ളത്. അവർക്ക് അർഹമായ ഭൂമി അവരുടെ ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കുക, അവരുടെ കരമടക്കുക, അതോടുകൂടെ തന്നെ ആ വിഷയം അങ്ങ് തീർന്നു. ഇതിൽ ഇപ്പൊ BJP കാണിക്കുന്നത്, BJP-ക്ക് ഇടം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ക്രിസ്ത്യൻസിനെയും മുസ്ലിങ്ങളെയും കൂടെ തമ്മിൽ തലിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത്? ഇവരിതെല്ലാം ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നുവെന്ന് ഇവർ പറയുകയും ചെയ്യുന്നു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഈ പറയുന്ന പാതിരിമാരെ എല്ലാവരെയും തല്ലുകയും ചെയ്യുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പൊ ഇവരെ തല്ലുകൊള്ളുമ്പോ ക്രിസ്ത്യാനികളെ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. ഫൈസലാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ ഫൈസൽ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, പിന്നെ ഇപ്പോ നേരത്തെ ഒരു പ്രശ്നം പറഞ്ഞ പോലെ തന്നെ BJP-യുടെ ഒരു തന്ത്രമാണ്. പക്ഷേ BJP മനസ്സിലാക്കേണ്ടത്, ഇവര് പിന്നെ ഈ കത്തോലിക്ക അതില് ഇപ്പൊ വളരെ ന്യൂനപക്ഷ ആളുകളാണ് മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇവര് ചിന്തിക്കുന്ന പോലെ മറ്റുള്ള ആളുകളും അവരെ വിശ്വാസികൾ ഇതിൽ ഭാഗമാകും എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കണം. ശരിയല്ലേ? അവര് ഇപ്പൊ കാര്യങ്ങളായിട്ട് ആരാണ് അധികാരത്തിൽ, അവരെ ചൂഷണം ചെയ്യാന്നുള്ള, അവരൊപ്പം നിന്നിട്ട് വേണ്ടത് മുതലെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. അതിപ്പോ ബ്രിട്ടീഷുകാരുടെ കാലത്താണെങ്കിലും UP സർക്കാരിന്റെ കാലത്താണെങ്കിലും ഇപ്പൊ BJP ആണ്. അപ്പൊ BJP-ക്ക് വേണ്ട എന്താ കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുക, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, അത്രേ ഉള്ളൂ. അത് പാർട്ടി രൂപീകരിച്ചാല് അവരുടെ സ്ട്രെങ്ത് പുറത്തു വരും. അപ്പോ മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇവർക്ക് സ്വാധീനമില്ല എന്നുള്ളത് മനസ്സിലാവും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ഒരു കമന്റ് കൂടി വായിക്കേണ്ടതുണ്ട്. PS ജയരാജ് പറയുന്നു, ഇവിടെ 30ഓളം കുറുക്കന്മാർ പാർട്ടികളുടെ രൂപത്തിൽ തൽക്കാലമുണ്ട്. ഒരു പുതിയ കുറുക്കനും കൂടി എന്ത് ഗുണം, കുറച്ച് തവളകൾ അവരെ താങ്ങാനുണ്ടാവുമെന്ന് പറയുന്നു. കത്തോലിക്കരുടെ ആവശ്യങ്ങൾ അധികാര സ്ഥാനങ്ങൾ എത്തിക്കാനുള്ള പാലമായിരുന്നു കേരള കോൺഗ്രസ് പാർട്ടികൾ. ഇപ്പോൾ അവരെ കൈവിട്ടു, അതുകൊണ്ട് അവർ വഴി നോക്കുന്നു എന്നാണ് പറയുന്നത് കൃഷ്ണദാസ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സിദ്ദിഖാണ് വടക്കാഞ്ചേരിയിൽ നിന്നും. ശ്രീ സിദ്ദിഖ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു സഭയുടെ നേതൃത്വത്തിൽ, കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വന്നാൽ അത് ഏത് മുന്നണിക്കാണ് ദോഷമാവുക, ആർക്കാണ് ഗുണമാവുക? ഇതിപ്പോ കത്തോലിക്ക സഭയുടെ വരുന്നത് കാരണം സഭയുടെ സ്വത്തുക്കൾ മുഴുവൻ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നുള്ളത് പേടിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ. അപ്പോ അവരെ സഹായിക്കാൻ ആരും ഇല്ല എന്നുള്ള ഒരു പേടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം ഈ സ്വത്തുക്കളൊക്കെ ഗവൺമെന്റ് പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ വഖഫ് ഭൂമി പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്ന പറഞ്ഞു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പാവങ്ങൾക്കൊന്നും ഇത് കിട്ടില്ല. ഇതൊക്കെ പിടിച്ചെടുത്ത് ഗവൺമെന്റിലേക്കിട്ട് കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. പണ്ട് ഭൂപരിഷ്കരണ നിയമം EMS കൊടുത്ത മാതിരി ഇപ്പോ മോദി സർക്കാർ സാമ്പത്തിക നോട്ട് നിരോധനം വന്ന് സാമ്പത്തിക സംവരണം നടത്തി ജനങ്ങൾക്ക് 15 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞ അതേ തട്ടിപ്പാണ് ഇപ്പൊ ഈ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ നാരായണൻ നായരാണ്, ഹരിയാനയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണൻ നായർ, താങ്കൾ നേരത്തെ വിളിച്ചിട്ടുള്ളതല്ലേ പൊതുവേദിയിൽ, അതോ ആദ്യമാണോ? ശ്രീ നാരായണൻ നായർ, കേൾക്കാമോ? ഹലോ, താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കത്തോലിക്ക സഭ വലിയ വിശ്വാസികളൊക്കെയുള്ള കേരളത്തിലെ നിർണായകമായ ഒരു സഭയാണ്. പക്ഷെ അങ്ങനെ ഒരു സഭ കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ആ പാർട്ടിക്ക് വേണ്ട രീതിയിലൊരു വളർച്ച അല്ലെങ്കിൽ അതിനൊരു ശക്തിയൊക്കെ തെളിയിക്കാൻ കഴിയുമോ? ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനുള്ളത്, ഈ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് ഈ സഭ നിൽക്കുന്നത്. അപ്പം സഭയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും എന്ന് എനിക്ക് 70 വയസ്സായ ആളാ.
ഈ ജനിച്ചപ്പോ മുതലേ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതാണ്, അത് സഭ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോഴുള്ള പുരോഹിത ശ്രേഷ്ഠന്മാർക്ക് ഈ വിശ്വാസമൊന്നുമില്ല. അവർക്കറിയാം ഇതെല്ലാം തട്ടിപ്പാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. മോഡിയെ സ്തുതിച്ചാൽ മോഡിയുടെ കാര്യങ്ങൾ നടക്കും. ഇപ്പൊ ഇവിടെ കേരളത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്വത്തുവകകളൊക്കെ പിടിച്ചുവെച്ച് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വിചാരിച്ചാൽ നടക്കുകയില്ല. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ ഉള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇനിയും പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിനിമയുടെ ഒരു ഭാഗം ഞാൻ പറയാം. ഒരു സിനിമയിൽ ഞാൻ കണ്ടതാണ്, ഒരു വൈദികനോട് ഒരു ഒപ്പീസി എല്ലാം പറയുന്നു മരിക്കാത്ത ആളിന് വേണ്ടിയിട്ട്. അപ്പം വൈദികൻ തിരിച്ചു പറയുകയാണ്, എന്നെ സഭയിൽ നിന്ന് പുറത്താക്കും ഈ ഒപ്പീസി ചെല്ലിയാൽ. അപ്പം വല്ല പണിയെടുത്ത് ജീവിക്കണമെന്ന് മരിക്കാൻ പോകുന്ന ആൾ പറയുമ്പം വൈദ്യം പറയുന്നതാണ്, എനിക്ക് ബാസ്കറ്റ്ബോൾ കളിക്കാനും കുർബാന ചെല്ലാനും അറിയത്തുള്ളൂ. ഇവർ ഒരു പണിയും ചെയ്യാതെ സുഖലോലിപരമായി ജീവിച്ചിട്ട് ഈ സാധുക്കളായ മനുഷ്യരെ, ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇനിയും അടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടാക്കുകയാണ് ഈ രാഷ്ട്രീയത്തിൽ കൂടെ. അവർ പ്രാർത്ഥനയും ദൈവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനുള്ളതാണ് അവരുടെ ചുമതല. അല്ല ബിഷപ്പുമാരുടെ ചുമതലയല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയോ അതിനുള്ള കൊണ്ടിൽ ഈ അവരുടെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ താങ്കൾ പറഞ്ഞത് വളരെ വാലിഡായ ഒരു പോയിന്റ് കൂടിയാണ്. മതപുരോഹിതന്മാരുടെ ലക്ഷ്യമല്ല, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമല്ല രാഷ്ട്രീയം കൈകാര്യം. അല്ലെങ്കിൽ ഏത് മതമോ സമുദായമായിക്കോട്ടെ, അവർ ആ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ വിശ്വാസവുമായി ആത്മീയ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് പിന്നിൽ സ്വാഭാവികമായും മറ്റു പല താല്പര്യങ്ങളും ഒക്കെ കാണും. ഇതിന് ഗോളാന്തര വാർത്ത ചോദിക്കുന്നു, ഈ കിരൺ എന്തിനാണ് ഇതുപോലെ ജോസഫിനെ പോലുള്ളവർക്ക് സമയം കൊടുത്ത് വെറുതെ കളയുന്നു? ശ്രീ ഗോളാന്തര വാർത്തയ്ക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത ഉണ്ടാവാനുള്ള കാരണമെന്നറിയില്ല. ശ്രീ ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ പറഞ്ഞു, എത്രയോ കാലമായി പറയുന്നതാണ് പുരോഹിതന്മാരുടെ ജീവിതശൈലിയെക്കുറിച്ചോ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെതിരെയുള്ള വിമർശനങ്ങൾ വിശ്വാസികളൊക്കെ എത്രയോ തവണ ഉന്നയിച്ചിട്ടുള്ളതാണ്, ഒരു ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ വിഷയമൊക്കെ കേൾക്കുമ്പോൾ ഗോളാന്തര വാർത്തയ്ക്ക് എന്തിനാണ് വല്ലാത്തൊരു അസഹിഷ്ണുത ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ശ്രീ നാരായണൻ നായർ എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ശ്രീ നാരായണൻ നായർ ഹരിയാനയിൽ എവിടുന്നാണ് വിളിക്കുന്നത്? ഫരീദാബാദിൽ നിന്നാണ്. അപ്പൊ ഡൽഹിയോട് ചേർന്നാണ്. അതെ അതെ സാറ്. ഗുഡ് ഈവനിങ് കിരൺ സാറേ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഞാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നെടുങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ ദൂരെ, എയർപോർട്ടിൽ നിന്ന് ഒരു 39 കിലോമീറ്റർ. എനിക്കറിയാം, ഞാൻ 10 വർഷത്തോളം ഡൽഹിയിലായിരുന്നു. അപ്പൊ പിന്നെ സാറിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ശരി, പറഞ്ഞോളൂ. സാറേ, ഈ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്, എല്ലാവർക്കും രൂപീകരിക്കുകയും ചെയ്യാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ മതപരമായിട്ടുള്ള ഒരു ആൾക്കാരും പാർട്ടി രൂപീകരിക്കരുതെന്നാണ്. ശരി, അത് വളരെ വാലിഡായ ഒരു പോയിന്റ് തന്നെയാണ്. അത് മതവും ജാതിയും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമുള്ളതല്ല. ജാതിപരമായിട്ട് പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുമാത്രം പാർട്ടികളാണ് സാറേ ഉണ്ടാകുന്നത്. പിന്നെ ക്രിസ്ത്യാനി, ഹിന്ദുവോ മുസ്ലിമോ അല്ലല്ലോ, പിന്നെ എത്രയോ പാർട്ടികൾ ഉണ്ടാവും. അതെ, ആർക്ക് വേണമെങ്കിലും പാർട്ടി ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ മതത്തിൽ കൂടുതൽ ആളുകളുള്ളവർക്ക് കൂടുതൽ പാർട്ടി എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയല്ല, മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ല രാഷ്ട്രീയം രൂപീകരിക്കേണ്ടത് എന്നുള്ള അതീവ ഗൗരവമായ അഭിപ്രായം തന്നെയാണ് ശ്രീ നാരായണൻ നായർ ഹരിയാനയിൽ ഫരീദാബാദിൽ നിന്ന് പറയുന്നത്. ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നി, ഇങ്ങനെ സഭ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് ആ പാർട്ടിയുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ? സഭ രൂപീകരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായവും പറയാനില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. മറ്റുള്ള ഒരു ന്യൂനപക്ഷം ആരാന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. അവർക്ക് സർവ്വ ഇമ്പോർട്ടൻസും കൊടുത്തിട്ട് അവർക്കൊരു പാർട്ടി, മതപരമായിട്ടുള്ള ഒരു പാർട്ടിയൊക്കെ രൂപീകരിക്കാം. അത് വളരെ ചെറിയ ന്യൂനപക്ഷമാണ്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആളില്ല. അങ്ങനെയല്ല ശ്രീ, താങ്കൾ പേര് പറയാതിരിക്കേണ്ട. ലീഗിനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ മുസ്ലിം ലീഗൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തൊട്ട് ഉള്ള പാർട്ടിയൊക്കെ കാത്തലിക് എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം ഓൾ എംബ്രേസിംഗ്, എല്ലാവരെയും പുൽകുന്നവരെന്നാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരെയും പുൽകി ചുരുക്കാൻ ആ സഭയിനകത്തിരിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ ഡേവിഡ് വിജയ്? കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ക്രൈസ്തവ സഭയ്ക്ക്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക്, കേരളത്തിന്റെ പുറത്ത് ഇവിടെ പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോഴും പള്ളികൾക്ക് നേരെയുള്ള അക്രമം, കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് കൂടുതൽ അക്രമം പള്ളികൾക്ക് നേരെ ഉണ്ടായത്. ഏത് കക്ഷി വന്നാലും ഉണ്ട്. അതുകൊണ്ട് അവർ കുറച്ച് സംഘടിക്കേണ്ട സമയം കഴിഞ്ഞ് പിതാവ് പറഞ്ഞ വലിയ തെറ്റൊന്നുമില്ല. ശ്രീ ഡേവിഡ് വിജയ് ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് ആരാണ് കൂടുതൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണോ? അത് ആ കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് തൊട്ട് നിർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ മര്യാദക്കായനെ. ഒന്നുകൂടി കൂടും, നോ ഡൗട്ട്. അവരുടെ മതമൂല്യവാദികൾ കൂടുതലുണ്ട്.
മനസ്സിലായോ? അതിപ്പം അവരൊന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഈ ലീഗിന് കൊടുത്തിരുന്ന അതേ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ സ്വന്തം കൊടുത്തിരുന്നെങ്കിൽ നമ്മ ഇത്ര ഉണ്ടാവില്ല. ഇപ്പൊ BJPയുടെ നിലയിലേക്ക് എല്ലാം കൂടി ഇട്ടിരിക്കുകയാണ്. അത് ഈ ആര് വന്നാലും നിർത്താനൊന്നും പറ്റില്ല. ഫ്യൂഡലിസത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. വടക്കേ ഇന്ത്യയിലെ ഇന്നും അടിമകളായിട്ട് കഴിഞ്ഞോളാം. ശരി, ഒരു ജാക്സൺ എന്ന് പറഞ്ഞ ഒരാൾ യൂട്യൂബിൽ ചോദിക്കുന്നു, ഉസ്താദുമാരുടെ കുട്ടികളുടെ പീഡനത്തെക്കുറിച്ച് ഇതുപോലെ വാർത്ത കൊടുക്കാൻ നട്ടല് നിങ്ങൾക്കുണ്ട്. ശ്രീ ജാക്സൺ, വല്ലപ്പോഴും ഒക്കെ താങ്കൾ പത്രങ്ങൾ വായിക്കുന്നതും TV കാണുന്നതും വാർത്ത കാണുന്നതും ഒക്കെ നല്ലതാണ് എന്നുള്ളൊരു ചെറിയ ഉപദേശമൊന്നുമല്ല, ഒരു നിർദ്ദേശം മാത്രമേ എനിക്ക് താങ്കളോട് പറയാനുള്ളൂ. സ്ഥിരമായി ഇങ്ങനെ യൂട്യൂബും ഫേസ്ബുക്കിലെ കമൻറ്റുകളൊക്കെ മാത്രം നോക്കി താങ്കൾക്ക് താല്പര്യമുള്ള വാർത്തകൾ മാത്രം കാണാതെ ഇത്തരം കാര്യങ്ങൾ കൂടി കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഒരു നിഷ്പക്ഷമായി തന്നെ പോകുന്ന മാധ്യമങ്ങളാണ്. ഒരുവിധപ്പെട്ട വാർത്തകളൊന്നും അങ്ങനെ ഒരു മാധ്യമം നൽകിയില്ല മറ്റു മാധ്യമം നൽകും കേരളത്തിൽ. അതിനുള്ള അവസ്ഥയൊക്കെ കേരളത്തിൽ എന്തായാലും ഉണ്ട്. അത് കാണുന്നത് നല്ലതായിരിക്കും ശ്രീ ജാക്സൺ എന്ന് താങ്കളോട് പറയാനുള്ളൂ. LDF UDF മുസ്ലിം ലീഗ് വർഗീയവാദികൾ മറ്റുള്ളവരെ മതേതരത്വം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നു ശ്രീജിത്ത് AS. ഞങ്ങളാരെയും ഇവരാരെങ്കിലും LDF UDF ലീഗോ ഒന്നും വർഗീയവാദികളാണ് എന്നുള്ള അഭിപ്രായമൊന്നും എന്തായാലും ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. വർഗീയവാദ ചിന്താഗതി ഉള്ളവർ എല്ലാ മുന്നണിയിലും എല്ലാ പാർട്ടികളിലും ഒക്കെ ആളുകളുടെ ഇടയിലൊക്കെ ഉണ്ട്. എന്തായാലും അതേ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവും. ജിഹാദികൾ വേഷം മാറി കാവ്യവസ്ത്രം ധരിച്ചും ജയ് ശ്രീറാം വിളിച്ചും ക്രിസ്ത്യൻ സമൂഹത്തെ ആക്രമിച്ച് അത് സംഘപരിവാർ അജണ്ടയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തി ക്രിസ്ത്യൻ സമൂഹം ജാഗ്രത. ഈ മോഹൻദാസ് സത്യപരമായ കണ്ടുപിടുത്തങ്ങളൊക്കെയാണല്ലോ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസികളും പോലീസും ഒക്കെ ഇല്ലേ? അവർക്കൊക്കെ ഇതൊക്കെ ആരാണ് ഈ ആക്രമണം നടത്തുന്നതൊക്കെ കണ്ടെത്താനുള്ള വഴിയൊന്നുമില്ല. അത്ര പൊട്ടന്മാരൊന്നുമല്ല ഈ രാജ്യത്തെ പോലീസുകാരും അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസികളും ഒക്കെ. അവർക്കൊക്കെ അത്യാവശ്യം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ള ശേഷിയൊക്കെ ഉണ്ട്. ശ്രീ മോഹൻദാസ്, അവരെ അങ്ങനെ വല്ലാതെ അങ്ങ് ആക്ഷേപിക്കരുത്, താങ്കൾ മോശമാണ്. അതോടൊപ്പം തന്നെ ഇവരൊക്കെ ഈ നാടിനെ എവിടെ എത്തിക്കുമെന്നാണ് ഷംസീറ ചോദിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയപാലനാണ് ഓച്ചിറയിൽ നിന്നും. ശ്രീ ജയപാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സഭ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അതിന്റെ ഒരു അവസ്ഥ എന്താവും? കോഴിക്കോട് ഈ ക്രൈസ്തവ അവകാശ പ്രഖ്യാപനം നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയ്ക്കാണ് നമ്മളോട് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചിനാനിയിൽ പ്രതികരിച്ചത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്കാണ് നീങ്ങുന്നതൊക്കെ. ശ്രീ മുരളിയാണ്. ശ്രീ മുരളി, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. കുറച്ചു ദിവസം കണ്ടിട്ട്. ഇച്ചിരി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരി, ഓക്കെ. ഇപ്പൊ തിരക്കൊഴിഞ്ഞോ? ശരി, എന്നാ പറഞ്ഞോ. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഈ സഭ ഇപ്പോ 1 ലക്ഷം രൂപയൊക്കെ ചെലവാക്കി പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ സമീപിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അതിനെക്കാട്ടിയും നല്ലത് എനിക്ക് പറയാനുള്ളത് ആ സഭ ജനതാദൾ നാഷണൽ ജനതാദൾ പോലുള്ള ഒരു പാർട്ടി ചേർന്ന് പ്രവർത്തിക്കുന്നതല്ലേ നല്ലത്. ജനതാദളിന്റെ ആളാണോ? അതെ 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 അതെ, ഞാൻ ജനതാദളിന്റെ കൊല്ലം സെക്രട്ടറിയാണ്. നിങ്ങൾക്ക് ആള് കുറവായതുകൊണ്ടാണോ സഭയിൽ നിന്ന് ആളിനെ വിളിച്ച് നിങ്ങളെ പാർട്ടിയിൽ ചേരണമെന്നൊക്കെ പറയുന്നത്? അല്ല, ഞാനിത് പറയുന്നതിന്റെ കാര്യം ഈ സഭ രാഷ്ട്രീയം ഉണ്ടാക്കുമ്പോ അവർക്കുള്ള പ്രൊഫഷൻ അതല്ല. അവർക്ക് ദൈവികമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. അവര് രാഷ്ട്രീയം ഉണ്ടാക്കുമ്പോൾ അത് നല്ല രീതിയല്ല. കാര്യം ഈ ജനതാദൾ പോലുള്ളൊരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണുന്ന പ്രസ്ഥാനമാണ് ജനതാദൾ പ്രസ്ഥാനം. അതായത് ഏത് ജാതിയിൽപ്പെട്ടവരെയും ഒരുപോലെ കാണുന്ന ആൾക്കാരാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാതെ ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ആ സഭയ്ക്ക് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരാളുടെ ഒരു യൂട്യൂബിലെ കമന്റ് കൂടി ഉണ്ടോ? ഷോർട്ട് കട്ട് മീഡിയ BJPയിലേക്ക് ആളുകൾ പോകാതിരിക്കാനുള്ള മറ്റു പാർട്ടികളുടെ ഒരു കുതന്ത്രം ഇതിനു പിന്നിലില്ലേ എന്നുള്ളൊരു സന്ദേഹം. അദ്ദേഹം വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്നു. മറ്റുള്ളവരൊക്കെ BJPക്ക് അനുകൂലമായ രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള മറ്റു പാർട്ടികളുടെ ഒരു കുതന്ത്രമാണ് ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. കത്തോലിക് കോൺഗ്രസ് ഇനി കോൺഗ്രസ് എടുത്തു മാറ്റാൻ എന്തായാലും അത്തരം ചില അഭിപ്രായ പ്രകടനങ്ങൾ കൂടി എന്തായാലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. മറ്റു ചിലതൊക്കെ മോശപ്പെട്ട അഭിപ്രായം. ഈ മോഹൻദാസ് ഒക്കെ എഴുതുന്ന കുറെ കൂടി മാന്യമായിട്ടൊക്കെ ആയിരുന്നെങ്കിൽ മോഹൻദാസ് അതൊക്കെ വായിക്കാമായിരുന്നു. പക്ഷേ പലപ്പോഴും അങ്ങനെ അല്ല ശ്രീ മോഹൻദാസ് എഴുതുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. പ്രദീപാണ് സിംഗപ്പൂരിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സഭ പാർട്ടി രൂപീകരിക്കുമ്പോൾ എന്താവും? പണ്ട് കേരളത്തിൽ SNDP NSSും ഒക്കെ പാർട്ടി രൂപീകരിച്ചതിന്റെ അവസ്ഥയൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ എന്താവും? നമസ്കാരം. നമസ്കാരം.
പ്രബുദ്ധ മതേതര പുരോഗമന മലയാളി ഇപ്പോഴും മറ്റൊരു അധപതനത്തിലും കൂടെ എത്തിയല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പിന്നെയും രാഷ്ട്രീയം മതപരമായും ജാതിപരമായും തിരിഞ്ഞു കൊണ്ടിരിക്കുക. നല്ലത് കേൾക്കുമ്പോഴൊക്കെ പുച്ഛമാണ് തോന്നുന്നത് സമൂഹത്തോട്. ഇനിയിപ്പം കേരളത്തെ പുച്ഛിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും നമ്മളെ തെറി വിളിക്കാൻ വരല്ലേ? ഒരു പരിഷ്കൃത സമൂഹത്തിലെ നാണമില്ലേ മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ? ഇതൊക്കെ എന്ത് നാണക്കേടാണ് നിങ്ങൾക്ക്? എന്ത് സാംസ്കാരിക പ്രബുദ്ധതയാണ് നിങ്ങൾക്ക് ഉള്ളത്? നാണമില്ലേ ഇതൊക്കെ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള ഒരു ആശയം ഉണ്ടാവണം. അല്ലാതെ ഒരു ആശയമില്ലാതെ തന്റെ മതത്തിന് വേണ്ടി ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രത്യക്ഷത്തിൽ അങ്ങനെ അങ്ങ് തെളിച്ചു പറയുന്നില്ലെന്ന് പറയാൻ കഴിയില്ല. അതും ഇതുപോലത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അല്ലേ? കിരൺ, ഇതൊക്കെ വളരെ മോശമാണ്. എന്നറിയാം, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒന്നിനൊന്ന് ഡിവൈഡ് ചെയ്തു നമ്മളെ വേർതിരിച്ച് ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും മുസ്ലിം എന്നും വേർതിരിച്ച് ഈ ഇത്രയും നല്ല ഒരു സംസ്കാര നാടുണ്ടല്ലോ ഇതിനെ നശിപ്പിച്ചു കളയും എല്ലാവന്മാരും ചേർന്ന്. ശരി, സന്തോഷം. ശരി, ഓക്കെ. ശ്രീ പ്രദീപിന്റെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. മറ്റൊരു പ്രശ്നം പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ ചർച്ച തുടരും. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. സിറോ മലബാർ സഭ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനുള്ള ഒരുക്കത്തിലാണ് എന്ന് പറയുന്നു. ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി പറയാനുണ്ട്. ശ്രീ ലിയോ കണ്ണൂർ, താങ്കളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കേരള കോൺഗ്രസിന്റെ അവസ്ഥ എന്താവുമെന്നാണ് ചോദിക്കുന്നത്. റഹ്മാനാണ് ചോദിക്കുന്നത്. പെർഫെക്റ്റ് കമന്റ് പ്രദീപ്, ബിഗ് സല്യൂട്ട് ടു യു എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. പ്രദീപിന്റെ കമന്റിനാണ് എന്ന് തോന്നുന്നു. അപ്പോൾ രാജൻ ഫിലിപ്പ് പറയുന്നു, നല്ല പണി, കൊള്ളാം. ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. സഭയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായിട്ട് തീർക്കാൻ പറ്റുന്നില്ല. അവരാണ് പുതിയ പാർട്ടിയുമായി വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഉള്ളിലെ പ്രശ്നം തീർക്കാൻ കഴിയാത്തവരാണോ എന്നുള്ള ചോദ്യമാണ്. മറ്റൊന്ന് രാമേന്ദ്രൻ, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം മാത്രമാണ്. അതിൽ ക്രിസ്ത്യാനികൾ വരില്ലേ, സിഖുകാർ വരില്ലേ, മറ്റുള്ള ഇതര മതങ്ങൾ വരില്ലേ? ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ്. ശ്രീ രാമേന്ദ്രൻ, ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഇസ്ലാം മാത്രമല്ല. ഇന്ത്യയിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രൈസ്തവരും ജൈനരും പാഴ്സികളും സിഖുകാരും ഒക്കെ മത ന്യൂനപക്ഷത്തിൽ പെടുന്നവർ തന്നെയാണ്. താങ്കൾ ഇനി മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ച് ചോദിച്ചാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ലിയോ ആണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ലിയോ, താങ്കൾക്ക് പറയാം. ഒരു 10 വർഷം മുമ്പേ ഇന്ത്യയിലെ മുഴുവൻ പബ്ലിക് ഹെൽത്തും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്റ്റഡി ചെയ്ത്, അപ്പൊ അതിനകത്ത് അവർ മനസ്സിലാക്കിയത് ഏറ്റവും മോശം പബ്ലിക് ഹെൽത്ത് ഉള്ളത് ഒറീസയിലാണ്. 500 കോടി റുപ്യാണ് അവരെ ആരോഗ്യമന്ത്രിക്ക് കൊടുത്തത്. അതിന്റെ അകത്ത് 1 രൂപ വരെ അന്ന് ആരോഗ്യമന്ത്രി ചെലവാക്കാതെ ഇത് മുഴുവൻ പുള്ളി തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് പുള്ളി ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ പബ്ലിക് ഹെൽത്തിൽ കുറച്ചതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ മിഷണറീസിനെതിരെ വളരെ രൂക്ഷമായിട്ട് അടിയും ബഹളവും എന്തോ അവർ കാണിച്ചുകൊണ്ട് ഇപ്പൊ ഇതെല്ലാം ഈ വെബ്സൈറ്റിൽ ന്യൂസ് എടുത്തു കളഞ്ഞു. ഞാൻ എന്റെ 2 കേസ് സുപ്രീം കോടതി വെറും 15,000 രൂപയ്ക്ക് എടുത്ത്, ഒന്ന് നമ്മളെ ഈ മസാലപ്പൊടിയിലെ കീടനാശിനിക്കെതിരെയും, രണ്ടാമത്തെ റിലയൻസ് പോലെയുള്ള. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ടോ? കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ലേശം ചരിത്രം പറഞ്ഞിട്ട് അഭിപ്രായം പറയാം, എന്നിട്ടേ കട്ട് ചെയ്യാവുള്ളേ. എന്താന്ന് വെച്ചാല് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന സമയത്ത് അതിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കിയത് ഇവിടുത്തെ ക്രിസ്ത്യൻ നായർ വിഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് വിമോചന സമരം നടത്തി. ആ ഒരു സംഭവത്തിലൂടെ കേരളത്തിന്റെ പുരോഗതി കുറെ അധികം തടസ്സപ്പെട്ടു. അതിനെല്ലാം എതിർ നിന്ന ഒരു വർഗമാണ് ഈ പറഞ്ഞ പുരോഹിത വർഗം എന്ന് പറയുന്നതും കൂടെ. അതിനിടെ ഒരാൾ തന്നെ ഫാദർ വടക്കൻ എന്ന് പറഞ്ഞ ഒരാൾ, ലോഹയിട്ട അച്ഛൻ, അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി. അതിന്റെ പേരാണ് KTP, കർഷക തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞിട്ട്.
എന്നിട്ട് അന്നും ക്ലച്ച് പിടിക്കാതിരുന്ന സംഭവമാണ് ഇനിയും പുതിയ രീതിയിൽ അവര് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പൊ തന്നെ അവരുടേതായിട്ട് തന്നെ ഒരു 3-4-5 പാർട്ടിയുണ്ട്. അവർക്ക് നമുക്ക് തന്നെ ആരൊക്കെ നേതാക്കന്മാരെന്ന് അറിയില്ല. അതെല്ലാം കൂടെ ആൾക്കാരെ ഭിന്നിപ്പിച്ച് നിർത്തുന്നതല്ലാതെ കാര്യമായിട്ട് ഗുണമൊന്നും ഉണ്ടാവുന്നതുമില്ല. അതേസമയം നമ്മൾ നോക്കിയാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഉടനീളം നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ എതിരായിട്ട് ലോകസഭയിൽ ഏറ്റവും ശക്തമായി ബാധിക്കുന്ന ആൾക്കാരെല്ലാം CPM-കാരും ഇടതുപക്ഷക്കാരും മാത്രമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ടത്തെ ചില പ്രശ്നങ്ങളുടെ പേരിൽ നമ്മുടെ സുരേഷ് കുറുപ്പ് MP ആയിരുന്ന കാലത്ത് അന്ന് ലോക്സഭയിൽ ഉയർത്തിയ ചില പ്രശ്നങ്ങള് മനോരമയിലൊക്കെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വന്നതാണ്. അന്നൊക്കെ നോക്കാനായിട്ട് കോൺഗ്രസ്സുകാർ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് ഇപ്പൊ നോക്കൂ, ഇപ്പൊ ജോൺ ബ്രിട്ടാസ് തന്നെ ലോക്സഭയിൽ രാജ്യസഭയിൽ ഉയർത്തിയ വിഷയം നമുക്കറിയാം. അതുകൊണ്ട് ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാതെ അവരെല്ലാം ഒന്നെങ്കിൽ CPM-ൽ ചേരുക, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുക, അവർ ശക്തി കാണിക്കുക. അവർക്ക് വേണ്ടി താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഓരോ പാർട്ടിക്കാർക്കും അങ്ങനെ അവരുടെ പാർട്ടിയിൽ ചേരണമെന്നൊക്കെ ആഗ്രഹം കാണും. അങ്ങനെ എന്തായാലും ഓരോ പാർട്ടിക്കാർക്കും അങ്ങനെ ആഗ്രഹിക്കാൻ തെറ്റില്ല. നമുക്ക് ദീപുവാണ് തിരുവനന്തപുരത്ത്. ശ്രീ ദീപു, കേരളത്തിൽ ഒരു സഭ, കത്തോലിക്ക സഭ, സിറോ മലബാർ സഭ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ഒരുങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചാൽ അതിന്റെ ഗതി എന്താവും? മറ്റ് മുന്നണികൾക്ക് തന്നെ എങ്ങനെയാവും ബാധിക്കുക? ഈ കേരളത്തിന് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഇടതുപക്ഷമായാല് ഒരു വലിയ മതേതര മനസ്സ് നമ്മൾ രൂപീകരിച്ചാണ് കേരളം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് കേരളം പല കാര്യങ്ങളിലും 1ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, തൊട്ട് ഇങ്ങ് വരെ. പക്ഷെ ഇപ്പോ ഈ BJP നടത്തുന്ന ഈ കേരളത്തെ പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് എനിക്ക് തോന്നുന്നത് ഇത് കാസ വിഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമൊക്കെ നടത്താൻ ഇവര് തയ്യാറാവുന്നത്. കാസയും ഈ താമരശ്ശേരി രൂപതയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇവരുടെ രാഷ്ട്രീയം പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. KCBCയും കാസയും തമ്മിലൊക്കെ ഉള്ള ബന്ധമാണ്. അപ്പൊ കാസ BJPയുടെ ഒരു സഖ്യകക്ഷിയായി മാറിയിട്ട് കുറച്ചു കാലമൊന്നും അല്ല ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പേരിലാണ് ഇവർ ഈ രാഷ്ട്രീയ പാർട്ടി തുടങ്ങാനായിട്ടുള്ള ഇത് നിർത്തുന്നത്. ഇവര് തന്നെ എന്തുകൊണ്ടാണ് ഓർഗനൈസർ ഈ കഴിഞ്ഞ ദിവസമല്ലേ ഈ സഭകളുടെ എത്ര രൂപ, എത്ര പണം ആണ് അവരുടെ ഇതിനകത്താണ് ഇവർ ഇരിക്കുന്നത്. ഇവരൊരു വലിയ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം അല്ല, പറയട്ടെ, ഞങ്ങൾ പറയുമ്പോഴത്തേനും നിങ്ങൾ വെച്ചിട്ട് പോയാലോ. കോർപ്പറേറ്റ് സ്ഥാപനം ആയിട്ട് മാറിയിരിക്കുകയാണ്. ആ കോർപ്പറേറ്റ് സ്ഥാപനം നിലനിർത്താൻ ഇവർക്ക് BJPയോടൊപ്പം ചേർന്ന് നിന്നേ പറ്റുള്ളൂ. ഇവർ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും കൂടെ ട്രെയിനിന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്ത് നമുക്കറിയാലോ. അവർക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ പ്രവീൺ, കിരൺ, ഒറ്റ കാര്യം അത് നോക്കൂ. അങ്ങനെയുള്ള പാവങ്ങളെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഇവർ ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തില്ലേ, അതിന്റെ പേരിൽ ഇവര് സർക്കാരിന്റെ തലയിൽ കൊണ്ടിടാൻ നോക്കി. ഇങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി, അവരുടെ സമുദായത്തിൽപ്പെട്ട തന്നെ ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി വരുന്നതെന്നുള്ള വലിയ ചോദ്യം കൂടി ചോദിക്കുന്നു. എന്നൊക്കെ മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. സേതുവാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സേതു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അത് ആ പാർട്ടിക്ക് വലിയ ശക്തിയൊക്കെ ഉണ്ടായാൽ അത് ഏത് മുന്നണിക്കാവും കോട്ടമാവുക? ഹലോ സാർ, കേൾക്കാം, പറഞ്ഞോ. എനിക്ക് കേൾക്കാം സാറേ. എന്റെ അഭിപ്രായത്തിൽ ഒരു ജാതി മത സംഘടനകളും ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ല. ശരി, വളരെ ഉചിതമായ അഭിപ്രായം തന്നെയാണ് താങ്കളുടേത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വർഗീസാണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടാക്കിയാൽ അങ്ങനെ ഒരു പാർട്ടിക്ക് കേരളത്തിലൊക്കെ എന്ത് പ്രാധാന്യമാണ് ഉണ്ടാവാൻ പോവുക? എനിക്ക് പറയാനുള്ളത്, ഈ മതം എപ്പോഴും രാഷ്ട്രീയം രണ്ടായിട്ട് മാറി തന്നെ നിൽക്കണം. മതം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ഈ കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കത്തോലിക്ക സമുദായം എന്ന് പറയുന്നവർ സ്വന്തം പള്ളിയിൽ നേരാവണ ഒരു കുർബാന ചെല്ലുമ്പോൾ പോലും അവിടെ പൂട്ടിയിട്ടുള്ള അടിയാണ്. ഇവര് പാവങ്ങൾക്ക് വേണ്ടി അല്ല വാദിക്കുന്നത്. ഇത് BJPയുടെ കയ്യിൽ നിന്ന് എന്തോ നേട്ടം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് പരിപാടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കുട്ടപ്പനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ കുട്ടപ്പൻ, തിരുവനന്തപുരത്ത് എവിടുന്നാണ് താങ്കൾ വിളിക്കുന്നത്? തിരുവനന്തപുരം ബലവാൻ നഗർ. ശരി, ഓക്കെ, ബലവാൻ നഗറിൽ നിന്നും ശ്രീ കുട്ടപ്പൻ, താങ്കൾക്ക് പറയാം. നമ്മുടെ ലോകം തന്നെ നാശത്തിലേക്ക് എത്തിക്കണം. വ്യക്തി നേതൃത്വം എല്ലായിടത്തും പടർന്ന് പന്തച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് BJP ഉള്ള രാജ്യത്തെ എന്നെ സംബന്ധിച്ചോളം സേവ് സെക്കുലർ എല്ലാ ജനങ്ങളും ഒന്നിച്ച് നിൽക്കണം എന്നുള്ള സേവ് സാബാണ്.
50 ഏക്കറിന്റെ നിയമം അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അവരവരുടെ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് കുറച്ചുപേര് വ്യക്തി നേതാക്കളെ വളർത്തിയെടുത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടിയായി മാറുന്നതാണ്. ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതാണ്. അതിന് മുമ്പ് നന്ദകുമാർ പി, കേരളത്തിൽ മതേതരത്വം കൂടുതലായിപ്പോയി, അതെന്താണ് നന്ദകുമാറിന് അങ്ങനെ മതേതരത്വം കൂടിപ്പോയി? മതേതരത്വം എത്ര കൂടിയാലും അങ്ങനെ കുഴപ്പമില്ല, നെയ്യപ്പത്തിൽ ഇത്തിരി നെയ്യ് കൂടിപ്പോയി എന്ന് കരുതി അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ശ്രീ നന്ദകുമാർ, അത് താങ്കൾക്ക് ചില മറ്റ് തോന്നലുകളൊക്കെ ഉള്ളതുകൊണ്ട് താങ്കൾക്ക് തോന്നുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയേഷാണ് മുനമ്പത്ത് നിന്നും. ശ്രീ ജയേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണവുമായി നീങ്ങുകയാണ് കത്തോലിക്ക സഭ. താങ്കൾക്ക് അതിൽ എന്താണ് അഭിപ്രായം? ശ്രീ ജയേഷ്, കേൾക്കാമോ? പറഞ്ഞോളൂ താങ്കൾ. ഹലോ ശ്രീ ജയേഷ്, കേൾക്കാം, പറഞ്ഞോളൂ. വേറൊന്നുമില്ല, ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. പറഞ്ഞു. ഈ ന്യൂസ് 28 ചാനലായി ഇനി മേലാലി മുനമ്പത്തേക്ക് വരാൻ നിൽക്കരുത്. എന്താണ് മുനമ്പത്തേക്ക് വന്ന? താങ്കളാണ് മുനമ്പത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഞാൻ ഇത്രയും ന്യൂസ് കേട്ടിരിക്കായിരുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ കംപ്ലീറ്റ് കത്തോലിക്ക സഭേനെയും ഹിന്ദുക്കളെ കുറിച്ച് മാത്രമല്ലാണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ചൊരു മുസ്ലിങ്ങൾ ഇപ്പൊ എത്ര എന്തോരം പാർട്ടി അവർ രൂപീകരിച്ചു. ശ്രീ ജയേഷ്, താങ്കൾ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇത്രയും നേരം ഈ ചർച്ചയൊക്കെ താങ്കൾ കേട്ടോണ്ടിരിക്കല്ലേ? താങ്കൾക്ക് അങ്ങനെ മുനമ്പത്തിന്റെ പ്രത്യേക അധികാരമൊന്നുമില്ല. അതങ്ങനെ ഉണ്ടെങ്കിൽ അത് കൈവച്ചിരുന്നാൽ മതി. കേരളത്തിലെ എല്ലാ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കും, അതിന് യാതൊരു സംശയമില്ല. അങ്ങനത്തെ വിരട്ടൊന്നും താങ്കൾ എടുക്കണ്ട. അത് താങ്കൾ കൈവച്ചേരാ ആ കാര്യമൊക്കെ. അത് കൈവച്ചിരുന്നാൽ തന്നെ മതി. കേരളത്തിലെ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നേരം ചർച്ച ചെയ്ത് കേട്ടതില്ല? ഏതെങ്കിലും ഒരുത്തർക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അനുകൂലമായിട്ടാണോ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരും താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. അല്ലാതെ അവിടെ വരണോ വരണ്ട തീരുമാനിക്കുക താങ്കളാണോ? ഈ ജനാധിപത്യ രാജ്യമാണിത്. ഈ ഇത്രയും നേരം സംസാരിച്ചത് നിങ്ങൾ സംസാരിച്ചെല്ലാം കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ കേട്ടെങ്കിൽ താങ്കൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ശരി, ഓക്കെ, സമ്മതിച്ചു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജഗോപാലാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ രാജഗോപാൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കത്തോലിക്ക സഭ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മുമ്പ് പല സമുദായ സംഘടനകളിൽ നടത്തിയ പരീക്ഷണം അവരും നടത്താൻ പോകുന്നു. ഇതിലെ ക്യാപ്ഷൻ പണി ആർക്കിട്ടെന്നാണ് ചോദ്യം. അതെ, അത് ഞാൻ ക്യാപ്ഷൻ കാണിക്കുന്നത്. അങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം കേരളത്തിലൊരു പുതിയ പാർട്ടി വന്നാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഗുണമോ ദോഷമൊക്കെ ആവുമല്ലോ. മുന്നണിക്കൊന്നുമല്ല, മുന്നണിക്കോ പാർട്ടിക്കോ എങ്ങനെയായാലും താങ്കൾക്ക് പറയാം, ആർക്കായാലും പറയാം. അല്ല സാർ, അവർക്ക് പാർട്ടി ഉണ്ടാക്കാം, പ്രവർത്തിക്കാം, അതിലൊന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് നടക്കട്ടെ. പക്ഷെ പണി കിട്ടാൻ പോണത് എനിക്ക് തോന്നുന്നത് പാവപ്പെട്ട കോടതികൾക്കും അതുപോലെ തന്നെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കളക്ടർമാർക്കും ഒക്കെയാണ്. സഭയിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള സന്യാസിനിമാരെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സന്യാസിനിമാരുണ്ട്. കുറച്ചുകൂടെ പീഡനത്തിന് നിയമപരമായ അല്ലെങ്കിൽ അധികാരത്തിന്റെ കുറെ സംരക്ഷണം കിട്ടുമെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ശരി, നിങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ റിയാസ് ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ റിയാസ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പിറവിയെടുത്താൽ എന്താവും അവസ്ഥ? സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. എന്റെ ഒരു ഇത് വെച്ച് കാഴ്ചപ്പാടിൽ ഇപ്പൊ കേരളം അത്യാവശ്യം വർഗീയതയൊന്നും ഇല്ലാതെ നല്ലൊരു, അതായത് നമ്മുടെ ഈ രാജ്യത്തുള്ളിൽ വെച്ച് ഏറ്റവും ബെറ്റർ എന്നുള്ളത് കേരളം തന്നെയാണ്. അതാണ് എന്റെ വിശ്വാസം. അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന കേരളത്തെ ഇങ്ങനെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ സംഭവിക്കുക ഇത് നേട്ടമല്ല, അതിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് സംഭവിക്കുക എന്ന് വെച്ചാൽ വലിയൊരു കോട്ടമായിരിക്കും. അതായത് ഈ മതേതരത്തെ കേരളത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന്റെ ഒരു ഏറ്റവും മുന്നായിട്ട് നിൽക്കും. സഭ ആഗ്രഹിക്കുന്ന അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവരാഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഇത് നല്ലൊരു നേട്ടത്തിലേക്ക് പോകുന്നു. ഇത് നേട്ടത്തിലേക്കല്ല പോകുന്നു, ആ സഭയെ തന്നെ അടിത്തറ തന്നെ ഇല്ലാതെയാകുന്ന ഒരു രീതിയിലേക്ക് ഇത് പോകുള്ളൂ. അതായത് കേരളത്തിന്റെ മതേതരത്വം നശിപ്പിക്കാൻ തന്നെ ആയിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോ അതിനെ മുതലെടുക്കാനും ഇപ്പൊ BJP-നോട് പ്രത്യേകിച്ച് ശത്രുത മനോഭാവം ഉണ്ടല്ലോ BJP-യുടെ ഇപ്പോഴത്തുള്ള പോക്കുകളൊക്കെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്നും ശ്രീ ബേസിലാണ്. ശ്രീ ബേസിൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന്റെ ആലോചനകൾ നടക്കുന്നു. അങ്ങനെ രൂപീകരിക്കാനുള്ള സജീവമായ നീക്കത്തിലാണെന്ന് അദ്ദേഹം തന്നെ നമ്മളോട് ഔദ്യോഗികമായി പറയുകയും ഒക്കെ ചെയ്യുന്നു. എന്താവും അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായാലും അതിന്റെ അവസ്ഥ? എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിൽ എല്ലാവരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ സഭയ്ക്ക് അവർ നോക്കുമ്പോൾ അവർ വളരെ ദുർബലമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള
മാനസികാവസ്ഥയിലേക്ക് എത്തി. ഈ ക്രിസ്ത്യൻ സഭയ്ക്കൊക്കെ നിയന്ത്രണമുള്ള സ്വാധീനമുള്ള പാർട്ടികളൊക്കെ ഇല്ലേ കേരളത്തിൽ പരമ്പരാഗതമായി തന്നെ? രാഷ്ട്രീയ പാർട്ടികൾ നല്ലതല്ല. ശരി, ശ്രീ നാസറാണ്. ശ്രീ നാസർ, താങ്കൾക്ക് പറയാം. ഹലോ, പറഞ്ഞോളൂ. ഇതേ ഒരിക്കലും നമ്മൾ ഈ ഒരു മതം തിന്നു വരുന്ന ഒരു പാർട്ടിയുമായിട്ട് കേരളത്തിൽ ഇങ്ങനെ അത് സപ്പോർട്ട് നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യരുത്. മതങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഇത് ക്രിസ്ത്യൻസിനാണ് ഇത് ഇങ്ങനെ കൂടുതൽ കാണുന്നത്. അവർ കുഞ്ഞാടുകളെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ നേടാനുള്ള രണ്ടൊന്നും കാര്യങ്ങൾ നേടിയത് കൊണ്ടാണോ എന്തോ അത് മറ്റുള്ള മതങ്ങളിലേക്കാൾ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ക്രിസ്ത്യൻസിന്. എല്ലാ മതത്തിനും ഉണ്ടാവും, പക്ഷെ ഈ ക്രിസ്ത്യൻസിന് ഇപ്പൊ ഇത്തിരി കൂടുതൽ കാണുന്നുണ്ട്. അത് നമ്മൾ മുളയിലെ നുള്ളിക്കലാണ്. അതിലാരും സപ്പോർട്ട് ചെയ്യരുതെന്നാണ് ക്രിസ്ത്യാനോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഫ്രാൻസിസ് ആണ്. ശ്രീ ഫ്രാൻസിസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി വന്നാൽ കേരളത്തിലെ ഏത് മുന്നണിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാവും നേട്ടമാവുക, കോട്ടമാവുക? ഒരു മുന്നണിക്കും കോട്ടം ഉണ്ടാവില്ല, നേട്ടം ഉണ്ടാവില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോ തന്നെ അത് ഇല്ലാതായി എന്ന് ചോദിച്ചാൽ മതി. മതത്തിന്റെ പേരിൽ ഇവിടെ SRP ഉണ്ടാക്കി, NDP ഉണ്ടാക്കി, എന്നിട്ടൊക്കെ ഇപ്പൊ അവരുടെ അവസ്ഥ എന്താണ്? പിന്നെ പണ്ട് മെത്രാന്മാര് മഴ എടുക്കാൻ പറഞ്ഞ മഴക്കോലെടുത്ത സമയമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ കുറ്റിച്ചൂല് എടുക്കാൻ പറഞ്ഞ ഇറുക്കിൽ പോലും എടുക്കാനും ആളുകളില്ല. അങ്ങനെയൊന്നും മെത്രാന്മാർ ഉദ്ദേശിച്ച മാതിരി ഒന്നും ഇപ്പൊ ആളുകളെയും കുഞ്ഞാളുകളെയും കിട്ടൂല. അതുകൊണ്ട് ഇതൊക്കെ വെറും എന്തൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അടവ് നയം മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വളരെ ഷാർപ്പായ രാഷ്ട്രീയ ബോധമുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് ഉണ്ടായത്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കലാണ് ശരിയായ ജനാധിപത്യ രീതി. മതമായാലും സമുദായ സംഘടനകളുമായാലും ഒക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ശരിയായൊരു, അവർക്ക് രൂപീകരിക്കാൻ അധികാരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ രൂപീകരിക്കുന്നത് ശരിയാണോ എന്നുള്ള ഗൗരവമുള്ള ചോദ്യം കൂടി ഉന്നയിച്ച നിരവധി പ്രേക്ഷകരുണ്ട്. അതല്ല, ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനുള്ള, കേരളത്തിൽ ഇങ്ങനെയൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷെ അതിനൊന്നും വേണ്ട രീതിയിൽ മതത്തിന്റെ അധ്യക്ഷന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ, മത മേലാളന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ ഇരിക്കുന്നവരല്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നവരല്ല മതവിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞ പ്രേക്ഷകരുണ്ട്. അതല്ല, ഇത് കേരളത്തിലെ കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്നും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവുമെന്നും BJPക്ക് തിരിച്ചടിയാവുമെന്നും, അതല്ല ഈ മൂന്ന് പാർട്ടികൾ ചിലർക്കൊക്കെ ഗുണമാകുമോ എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ പ്രേക്ഷകരുണ്ട്. എന്തായാലും വലിയ സന്തോഷമുണ്ട് കേരളത്തിലെ പൊതുവായ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ള ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ കൂടുതലായി വന്നതിൽ വലിയ സന്തോഷവും പ്രതീക്ഷയും ഒക്കെയുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.